അപ്പോൾ നിങ്ങൾക്ക് അതിലൊരു അഭിമാനത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഡോക്ടർ എന്നുള്ള ഒരു പേര് ഇപ്പുറത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത്തരം റിസ്കുകൾ എടുക്കരുത്. നഴ്സിംഗും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മെഡിസിൻ പൈസ ഉണ്ടാക്കാൻ പറ്റിയൊരു ഫീൽഡാണെന്ന് വിചാരിക്കരുത്. എഞ്ചിനീയറിംഗ് അങ്ങനെയല്ല. ക്ലിയറായി പറയുകയാണെങ്കിൽ ലോൺ എടുത്തിട്ട് മെഡിസിൻ പഠിക്കാൻ പോകരുത്. ഒന്നാമത്തെ കാര്യം, ഹൈ ഡേ സ്റ്റുഡൻസ്, ഞാൻ റെയ്സ് നെസ്കെ ആണ്. ഇന്നലെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ന്യൂസിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചതാണ്. അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തമിഴ്നാട്ടിലെ നീറ്റ് കഴിഞ്ഞ കുട്ടികൾക്ക് എന്ന് വെച്ചാൽ മെഡിസിൻ താല്പര്യം കാണിക്കുന്ന കുട്ടികളോടാണ് പറയുന്നത് അവരുടെ ഫീസ് കൂടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ NRI സീറ്റ് ഇതുവരെ 20 lakhs ആയിരുന്നു, 27 lakhs ആയി മാറിയെന്നോ അങ്ങനെയൊക്കെയാണ് അതിൽ കാണുന്നത്. നോക്കാൻ പോലും പറ്റാത്തത്ര വലിയ ഫീസ് ആയതുകൊണ്ട് ഞാനത് കൂടുതൽ വായിക്കാൻ പോയില്ല. ഇപ്പോൾ നിങ്ങൾക്കത് അലോട്ട്മെൻറ്റ് സമയമാണ്. ഇപ്പോൾ നിങ്ങൾ ഏത് കോളേജാണ് ചൂസ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ വലിയ ഫീസ് കൊടുത്ത് പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ 4 വട്ടം ആലോചിക്കണം എന്നാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോഴ്സ് കഴിഞ്ഞ് വരുമ്പോഴേക്കും നിങ്ങൾ ഈ ആദ്യത്തെ വർഷം അടച്ച് 20 ലക്ഷമാണെങ്കിൽ അല്ലെങ്കിൽ 27 ലക്ഷം അവിടെ ഇവിടേക്ക് 20 ആയിരിക്കാം. ഡീംഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ എങ്ങനെയാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ കോളേജുകളിൽ തന്നെ സാധാരണ സ്വാശ്രയ കോളേജിൽ തന്നെ നല്ല ഫീസ് ഉണ്ട്. 7 ലക്ഷം 8 ലക്ഷം ഫീസ് ഉണ്ടായിരിക്കും. നമുക്ക് ഫീസ് വാങ്ങുന്നത് വലിയ തെറ്റാണെന്നുള്ള അഭിപ്രായം ഒന്നും വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. കാരണം ഒരു മെഡിക്കൽ കോഴ്സ് സെൽഫ് ഫൈനാൻസിംഗ് ആയിട്ട് നടത്തി കൊണ്ടുപോകാനും അതിൻ്റെ എല്ലാ ഫെസിലിറ്റീസും ഡോക്ടേഴ്സിന് വേണ്ടി നിങ്ങളെ ടീച്ചേഴ്സായിട്ട് എല്ലാവരും കൊടുത്തു വരാനും അത്ര വലിയ ഹോസ്പിറ്റൽ മെയിൻറ്റെയിൻ ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും ചിലവുണ്ട്. അത് വലിയ ലാഭം ഉണ്ടാക്കാവുന്ന കൊള്ളയാണ് എന്നുള്ള തോന്നലൊന്നും എനിക്കില്ല. പക്ഷേ എന്നിരുന്നാലും ഞാൻ പറയട്ടെ, ഫീസ് അടയ്ക്കാൻ പോകുന്ന കുട്ടികളോടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സത്യത്തിൽ പൈസ ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം. എന്ന് വെച്ചാൽ സ്വാശ്രയ കോളേജുകളിൽ ചെയ്യാം, അതല്ലെങ്കിൽ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ചെയ്യാം, NRI സീറ്റിൽ ചെയ്യാം. അതിലൊന്നും കുഴപ്പമില്ല. എൻ്റെ ഉപദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ ഒഴിഞ്ഞ പൈസ ഉണ്ടായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതിന് കൊടുത്തുകൊണ്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ സാമ്പത്തിക അവസ്ഥ ഒരിക്കലും തെറ്റുന്ന അവസ്ഥയിലേക്ക് പോകരുത്. ക്ലിയറായി പറയുകയാണെങ്കിൽ, ലോൺ എടുത്തിട്ട് മെഡിസിൻ പഠിക്കാൻ പോകരുത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെഡിസിൻ കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് MBBS സ്റ്റുഡൻസിന് ഒരു 60-70 ഒക്കെ ആദ്യത്തെ സമയത്ത് നിങ്ങൾക്ക് ശമ്പളം കിട്ടും. പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ 3 വർഷം ഉണ്ടായിരിക്കും, അതിന് പഠിക്കണം. അത് കഴിഞ്ഞാൽ തന്നെ ഒരു 1.5 മാക്സിമം അല്ലെങ്കിൽ 2 ആ റേഞ്ചിലൊക്കെ ഇപ്പോൾ ശമ്പളം കിട്ടുന്നുള്ളൂ. നിങ്ങൾ വലിയൊരു കടം തലയിൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും. അതുകൊണ്ടാണ് ഈ ഫീസ് കൂടുന്നത് കാണുമ്പോൾ പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മെഡിസിൻ പൈസ ഉണ്ടാക്കാൻ പറ്റിയൊരു ഫീൽഡാണെന്ന് വിചാരിക്കരുത്. എഞ്ചിനീയറിംഗ് അങ്ങനെയല്ല. ബാക്കിയുള്ള പല കോഴ്സുകൾ കഴിഞ്ഞ് നമുക്കൊരു പക്ഷേ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിലേക്കൊക്കെ മാറി പണം ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരും. പക്ഷേ ഡോക്ടേഴ്സ് ആവാൻ പോകുന്ന കുട്ടികളുടെ മനസ്സിൽ എപ്പോഴും ഇത്തരം ഒരു സോഷ്യൽ ആസ്പെക്റ്റും, എനിക്കിഷ്ടമാണ് ആ ജോലി, ഡോക്ടർ എന്നുള്ള ആ പേരിനോടുള്ള ഇഷ്ടം, അതൊക്കെയാണ് ഉണ്ടാവുക. അത് എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പണമില്ലാത്ത അവസ്ഥയിലും ഓരോ ദിവസവും ഈ കടത്തിലേക്ക് ലോണിലേക്ക് പൈസ അടയ്ക്കണമല്ലോ എന്ന് വിചാരിച്ച് ജോലി ചെയ്യുമ്പോൾ പല സമയത്ത് നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ചീത്ത പ്രാക്ടീസിലേക്കൊക്കെ പോണ്ടി വന്നു എന്ന് വരാം. അത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് ഭയങ്കര വിഷമമായി എന്നും വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ MBBS ചെയ്യാൻ പോകുന്ന കുട്ടികളോട് പറയാനുള്ളത്, ഇത് കുറേ പാഷൻ വേണം, ഇതിൽ കുറേ ബാക്കിയുള്ള ആൾക്കാരെ സഹായിക്കാനുള്ള മനസ്ഥിതി വേണം, കുറേ നേരം വർക്ക് ചെയ്യാൻ, എത്ര നേരം വർക്ക് ചെയ്യാൻ അതിനുള്ളൊരു മാനസികാവസ്ഥ വേണം. ഇത് ജീവിതകാലം മുഴുവനും നിങ്ങൾ ഡോക്ടേഴ്സാണ്. അത്രയും കാലം ഈ പ്രൊഫഷൻ കൊണ്ടുപോകാൻ PG എടുക്കേണ്ടി വരും, DM എടുക്കേണ്ടി വരും. അത് കഴിഞ്ഞ് പിന്നെയും ഫെലോഷിപ്സിനൊക്കെ പോയിക്കൊണ്ടിരിക്കേണ്ടി വരും. കാരണം ഫെലോഷിപ്പ് ഒന്നും ഇല്ലാണ്ട് നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കില്ല. അപ്പോൾ എപ്പോഴും പഠിക്കാനുള്ള ഇഷ്ടം ബാക്കി കിടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അത് എൻജോയ് ചെയ്ത് ചെയ്യണം. അതിന് തീർച്ചയായിട്ടും ഈ പൈസ, ഈ ലോൺ ഒരു കൺസ്ട്രെയിൻ ആവാൻ പാടില്ല. അതുകൊണ്ട് അത് ശരിക്കും ആലോചിച്ച് ചെയ്യാം. ഇനി ഇതിൻ്റെ മറ്റു ഭാഗം എന്ന് വെച്ചാൽ, താഴേക്ക് കിടക്കുകയാണെങ്കിൽ BDS എല്ലാ കോഴ്സസും ഉണ്ടായിരിക്കും. എല്ലാം ഗവൺമെൻറ് കോളേജിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, അച്ഛനടുത്ത് പൈസ വേണം. നിങ്ങൾക്ക് ഒരു തരത്തിലും നിങ്ങളെ ഫാമിലിയെ ബുദ്ധിമുട്ടിക്കാത്ത ഒരു പണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു 10 സെൻറ്റ് സ്ഥലം എന്ന് വെച്ചോളൂ. ആ സ്ഥലം അവിടെ കിടക്കൊണ്ട് ഉപകാരമൊന്നുമില്ല. ആ ഭാഗം കട്ട് ചെയ്തിട്ട് അങ്ങ് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റിയ ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ വീട്ടിലൊരു പൈസ, അത് കുഴപ്പമില്ല. ലോണിലേക്കും ബാധ്യതകളിലേക്കും കൊണ്ടുപോകരുത് എന്നാണ് പറയാനുള്ളത്. ഇനി ആരോഗ്യ പ്രവർത്തകയാവണമെന്നാണ് നിങ്ങളുടെ ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് അതിന് നേഴ്സിങ്ങിന് വളരെ കൂടുതൽ ചാൻസസ് ഉണ്ട്. എസ്പെഷ്യലി ഒഡാപെക്കിൻ്റെ ചെയർമാൻ നല്ലേട്ടൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജർമ്മൻ അറിയുന്ന എത്ര നേഴ്സുമാരെ തരികയാണെങ്കിലും ഞാൻ ജോലി കൊടുക്കാം, ഞങ്ങൾ ജർമ്മനിലേക്ക് പറഞ്ഞേക്കാം എന്നാണ്. എന്ന് വെച്ചാൽ അത്രയ്ക്കധികം ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് അതിലൊരു അഭിമാനത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ഡോക്ടർ എന്നുള്ള ഒരു പേര് ഇപ്പുറത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത്തരം റിസ്കുകൾ എടുക്കരുത്. നഴ്സിംഗും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ജോലി കിട്ടാനും സാധ്യതയുണ്ട്. എല്ലാ കാലത്തും അത് എവർഗ്രീൻ പ്രൊഫഷനായി നിൽക്കുകയും ചെയ്യും. നമ്മളിവിടുത്തെ ഡോക്ടേഴ്സിനെ പ്രിഫർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ
ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം നേഴ്സസിനെയാണ് പ്രിഫർ ചെയ്യുക. അതിന് കുറേ കാരണങ്ങൾ, ഡോക്ടേഴ്സ് മോശമായതുകൊണ്ടല്ല, അസുഖങ്ങളുടെ കാര്യത്തിലാവട്ടെ, ജീവിത ശൈലിയാവട്ടെ, പിന്നെ കാലാവസ്ഥ. നമ്മൾ ട്രോപ്പിക്കൽ കൺട്രിയാണ്, ഇവിടെയുള്ള അസുഖങ്ങൾ ആയിക്കൊള്ളുന്നില്ല അവിടെ ഉണ്ടാവുന്നത്. അവരുടെ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് എപ്പോഴും അവിടെ പഠിച്ച ആൾക്കാരെയാണ് അവർ ഡോക്ടേഴ്സിലേക്ക് കൂടുതൽ പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ നേഴ്സസിന് ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ തോന്നുകയാണെങ്കിൽ മാത്രമല്ല നല്ല ശമ്പളവും കിട്ടും. അപ്പോൾ അങ്ങനത്തെ ആഗ്രഹമൊക്കെ ആണെങ്കിൽ ഒരു ആരോഗ്യ പ്രവർത്തകയായി ബാക്കിയുള്ള ആൾക്കാരെ സഹായിക്കണം തോന്നുകയാണെങ്കിൽ നേഴ്സ് നല്ലൊരു പ്രൊഫഷനാണ്, നിങ്ങൾക്ക് അങ്ങോട്ട് പോകാം. എന്തായാലും ഈ കോഴ്സ് എടുക്കുമ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ ഒക്കെ ആലോചിക്കേണ്ടത് ഇത് കടമെടുത്ത് ബാധ്യതകൾ തലയിൽ വെച്ച് ചെയ്യേണ്ട ഒരു പ്രൊഫഷനല്ല. എൻജോയ് ചെയ്ത് നല്ല സന്തോഷത്തോടെ ഒരു പേഷ്യൻറ്റിനെ അസുഖം മാറ്റിയെടുക്കുമ്പോൾ ഇങ്ങനെ ചാരിയിരുന്ന് ഞാനൊരു മിടുക്കനാണ്, എനിക്കത് ചെയ്യാൻ പറ്റി എന്ന് പറയാവുന്നൊരു സമാധാനത്തിലേക്ക് കൊണ്ടുപോയിട്ടൊരു പ്രൊഫഷനാണ്. ഇത്ര എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു.